വിശ്വാസത്തിന്റെ വിളികൾ നിറഞ്ഞ അനന്തപുരിയുടെ വീഥികളിലൂടെ അവർ മടങ്ങുകയാണ്. പൊങ്കാലക്കലത്തിൽ തിളച്ചുമറിഞ്ഞത് ധാന്യങ്ങളായിരുന്നില്ല, അമ്മയ്ക്ക് മുന്നിൽ അവരുടെ ധ്യാനമായിരുന്നു. ആറ്റുകാലമ്മ അവർക്ക് നൽകിയതാകട്ടെ ആശ്വാസവും. കഴിഞ്ഞ വർഷം വന്നില്ലേ, 15 പ്രാവശ്യം വന്ന്. അപ്പോൾ കഴിഞ്ഞ വർഷം വരാത്തതുകൊണ്ടൊരു വിഷമം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഈ വർഷം പോകണം. ചുടുകല്ലിലെ ചൂടിൽ നിന്നും പൊങ്കാല പുണ്യത്തിന്റെ തലച്ചുമടുമായി വിശ്വാസത്തിൽ നിറഞ്ഞ നിറപുഞ്ചിരിയോടെയാണ് മടക്കം. വർഷങ്ങളായി കുംഭച്ചൂടിൽ ചൊരിയുന്ന വിശ്വാസമാണ് പുനലൂർ സ്വദേശി ലീലയ്ക്കിത്. രണ്ടിന്റെ അസുഖം മാറണം. അവർക്ക് എന്തുവാ? മോന് മൂത്രത്തിൽ ബ്ലഡ് വരും, മോക്ക് മയക്കം വരും. കഴിഞ്ഞ വർഷമൊക്കെ വന്ന് ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ കഴിഞ്ഞ വർഷം വന്നായിരുന്നു. ആ വർഷം മോളെ വണ്ടി ഇടിച്ച് ഓപ്പറേഷനൊക്കെ ആയിരുന്നു, മെഡിക്കലിലായിരുന്നു. അങ്ങനെ കുറേ ബുദ്ധിമുട്ടി. ഇപ്പോൾ അവളുണ്ട്, എന്തായാലും രക്ഷപ്പെട്ട് ഇങ്ങനെ കിട്ടി. സൂര്യൻ ജ്വലിച്ചു നിന്നു. അതിലേറെ വിശ്വാസത്തിന്റെ ചൂട് പൊങ്കാലക്കലത്തിൽ നിറഞ്ഞു. മധ്യാഹ്നത്തിന് മുമ്പ് പൊങ്കാല നേദിച്ച് ഇനി വീട്ടിലേക്ക്. എങ്ങും തിരക്ക് മാത്രം. നിവേദ്യത്തിന്റെ നറുമണം നിറഞ്ഞ് തമ്പാനൂർ. മടക്കയാത്രയ്ക്ക് KSRTC പ്രത്യേക സർവീസുകൾ തയ്യാറാക്കിയിരുന്നു. കൊല്ലത്തേക്കുൾപ്പെടെ മറ്റ് സർവീസുകൾ റെയിൽവേയും സജ്ജമാക്കി. അങ്ങനെ പൊങ്കാലയെല്ലാം കഴിഞ്ഞ ആളുകളെല്ലാം മടങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരം പഴയ തിരുവനന്തപുരമാകാനുള്ള തയ്യാറെടുപ്പിൽ ഇനി ഒരു കാത്തിരിപ്പാണ്. അതെ, ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഇനി. പലരുടെയും കാത്തിരിപ്പിനുള്ള ഫലം കൂടി ഈ പൊങ്കാല നൽകുന്നുണ്ട്. അതെ, ഈ കല്ലുകളിലൂടെ കുറേ പേർക്ക് വീട് ലഭിക്കാൻ പോവുകയാണ്. അനഘയ്ക്കും സജികുമാറിനുമൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.